Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോ ഫ്യൂവലിൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടാകുന്ന എന്തെല്ലാം കുഴപ്പങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയി നമ്മൾ ഒരു ദീർഘകാലത്തേക്ക് വണ്ടി നിർത്തിയിടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലോ ഫ്യൂവലിൽ കാർ ഓടിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ 90% ആളുകളും, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അത്യാവശ്യത്തിന് മാത്രം ഫ്യൂവൽ അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. അത് പെട്രോൾ കാറുകളായാലും ഡീസൽ കാറുകളായാലും നമ്മുടെ വാഹനത്തിന് ഒരുപാട് ഹാംഫുള്ളായിട്ട് അത് ബാധിക്കാറുണ്ട്. അപ്പോൾ എത്തരത്തിലാണ് നമ്മൾ ലോ ഫ്യൂവലിൽ വണ്ടി ഓടിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, കുറഞ്ഞ ഇന്ധനത്തിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന് എന്തെല്ലാം തകരാറുകൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ ലോക്ക്ഡൗൺ ടൈമൊക്കെയാണ്, വണ്ടികളെല്ലാവരും ദീർഘകാലം നിർത്തിയിടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളൊരു ക്വാർട്ടർ ടാങ്ക് ഡീസലോ അല്ലെങ്കിൽ ഹാഫ് ടാങ്ക് ഡീസലോ പെട്രോളോ ആ വണ്ടിക്ക് അടിച്ചിടുക. അതുപോലെ തന്നെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കഴുകി വൃത്തിയാക്കി വണ്ടി കയറ്റിയിടുക. തീർച്ചയായിട്ടും ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി മൂവ് ചെയ്തിടുക. ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, ഈ ഡീസൽ വണ്ടി പ്രത്യേകിച്ചും വളരെ ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി, പെട്രോൾ വണ്ടിയിൽ അധികം ഇഷ്യൂസ് കാണാറില്ല. എന്നാൽ തന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ പോകുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം, കാരണം എഞ്ചിനും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ തന്നെയായിരിക്കും. അപ്പോൾ വണ്ടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫ്യൂവൽ ഫിൽറ്റർ, അതായത് ഡീസൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, നിങ്ങളുടെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ, എഞ്ചിൻ ഓയിൽ, അപ്പോൾ അവർ എത്ര സർവീസ് ചെയ്തതാണെങ്കിലും എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ ഗുഡ് ആണെങ്കിലും ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡീസൽ വണ്ടി എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സഡനായിട്ടുണ്ടാകുന്ന ഒരു ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ സഡനായിട്ടുണ്ടാകുന്ന ഒരു ഡാമേജ്, വണ്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഒരു ഡീസൽ കാർ ഉപയോഗിക്കുന്ന വ്യക്തി അത് എപ്പോഴും എംറ്റി, അല്ലെങ്കിൽ ആ ഡീസലിൻ്റെ വാർണിംഗ് ലൈറ്റ് യെല്ലോ കളർ എംറ്റി ഫ്യൂവൽ വാർണിംഗ് ലൈറ്റ് കത്തിക്കിടക്കുന്ന അവസ്ഥയിൽ ദീർഘകാലം വണ്ടി ഉപയോഗിക്കുന്നു എന്ന് വിചാരിക്കുക. ആ വ്യക്തിയുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ പമ്പ്, അതുപോലെ ഹൈ പ്രഷർ പമ്പ്, ഫ്യൂവൽ പമ്പ്, ഹൈ പ്രഷർ പമ്പ് രണ്ട് സംഭവങ്ങളാണ്. കാരണം നമ്മുടെ ഡീസൽ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരു പമ്പ് ഉണ്ടാവും. ആ പമ്പ് നമ്മുടെ ഫ്യൂവൽ വലിച്ചിട്ട് അത് നേരെ എഞ്ചിനിലുള്ള ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുക്കും. ഹൈ പ്രഷർ പമ്പ് പിന്നെ അത് എഞ്ചിൻ്റെ കൂടെ റൊട്ടേഷൻ ചെയ്ത് ഹൈ പ്രഷറിലാക്കിയിട്ടാണ് നമ്മുടെ ഇഞ്ചക്ടറിലേക്ക് കൊടുക്കുന്നത്. ആ ഇഞ്ചക്ടറാണ് കമ്പഷൻ ചേമ്പറിലേക്ക് ഈ ഫ്യൂവലിന് പമ്പ് പ്രഷർ ചെയ്ത് കൊടുക്കുന്നത്, അതായത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ നിങ്ങൾ ലോ ഫ്യൂവലിൽ വണ്ടി ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡീസൽ വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, ഡീസലിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ പമ്പിലുള്ള ഡീസലും വാട്ടർ കണ്ടൻറ്റിൻ്റെ അളവ് കമ്പാരിറ്റീവ്ലി പെട്രോളിനേക്കാളും കൂടുതലായിരിക്കും. അപ്പം മാത്രമല്ല ഡീസലിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ്, അതായത് ചിലപ്പോൾ കരടുകളോ അല്ലെങ്കിൽ മണൽ പോലത്തെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ തുരുമ്പിൻ്റെ അംശങ്ങൾ, അങ്ങനെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ഡീസലിൽ എപ്പോഴും കാണാറുണ്ട്. ഇതൊരു എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് കൂടിയാണ്. നമ്മൾ മുമ്പൊരു എക്സെൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഇഞ്ചക്ടർ സ്റ്റക്കായി പോയി വണ്ടി ബ്രേക്ക് ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാട്ടർ കണ്ടൻറ്റും അല്ലെങ്കിൽ ഈ കരട് പോലത്തെ ഇമ്പ്യൂരിറ്റീസ് ഡീസലിൽ മിക്സ് ആവുന്നത് കൊണ്ട് നമ്മുടെ വാഹനം ലോ ഫ്യൂവലിൽ ഓടിക്കുമ്പോൾ, അതായത് ഫ്യൂവൽ ലെവൽ ഏറ്റവും കുറഞ്ഞ ഫ്യൂവൽ ലെവലിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഈ അടിയിൽ കിടക്കുന്നത്, കാരണം മിക്കവാറും ഈ വെള്ളം അടിയിൽ ഊറി കിടക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ഈ കരടുകളും അടിയിൽ ഊറി കിടക്കുന്നുണ്ടാവും. ഈ ലോ ഫ്യൂവലിൽ ഓടിക്കുന്ന വണ്ടികളിൽ ഇതൊക്കെ ഗ്രാജുവലി വലിച്ചെടുത്തിട്ട് ഇത് നേരെ വന്നിട്ട് ഫിൽറ്ററിലേക്ക് വരും. നോർമലി ഈ ഫിൽറ്റർ ഓൾമോസ്റ്റ് എല്ലാ ഇമ്പ്യൂരിറ്റീസിനെയും ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫിൽറ്ററിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഈ ഫിൽറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ള സമയത്തോളം അത് ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് കുറച്ചെങ്കിലും ഈ വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ അകത്തേക്ക് കയറുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇഞ്ചക്ടർ സ്റ്റക്കാവും. നിങ്ങൾക്ക് ഇഞ്ചക്ടർ സർവീസ് ചെയ്യാന്നുള്ളത് ഏകദേശം 8,000 റുപ്പീസോളം കോസ്റ്റ് വരുന്ന ഒരു സംഭവമാണ്. അത് കമ്പനി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ബോഷിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചാർജ്, ഡെൽഫിയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചാർജ്, കോണ്ടിനെൻ്റൽ, സീമെൻസ്, അങ്ങനെ ഒരുപാട് ഇഞ്ചക്ടേഴ്സ് നമ്മുടെ വാഹനങ്ങളിൽ പല ബ്രാൻഡിൻ്റെ ഇഞ്ചക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏത് ബ്രാൻഡിൻ്റെയാണോ നിങ്ങളുടെ വാഹനത്തിൽ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കോസ്റ്റ് വരും. പിന്നെ ഇത് മറ്റൊരു ഡാമേജ് ഉണ്ടാക്കുന്നത് ടാങ്കിൻ്റെ അകത്തുള്ള മോട്ടർ, ടാങ്കിൻ്റെ അകത്ത് ഫ്യൂവൽ വലിച്ചിട്ട് ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുക്കുന്ന മോട്ടർ. ആ ഒരു മോട്ടർ എന്നുള്ളത് ചെറിയൊരു DC മോട്ടറാണ് അതിനകത്തിരിക്കുന്നത്. ശരിക്കും ഈ DC മോട്ടറിൻ്റെ ലൈഫ്, ഈ DC മോട്ടറിൻ്റെ RPM-നൊക്കെ ഇത് കാര്യമായിട്ട് ഈ ലോ ഫ്യൂവലിൽ വണ്ടി ഓടിക്കുമ്പോൾ ബാധിക്കാറുണ്ട്. കാരണം
ലോ ഫ്യൂവലിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ പമ്പിൻ്റെ താഴെയാണ് ഫ്യൂവൽ നിൽക്കുന്നത്. ഉള്ള ഫ്യൂവലിനെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു പമ്പിന്, അതായത് ടാങ്കിൻ്റെ അകത്തുള്ള പമ്പിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ അകത്തുള്ള മോട്ടർ ഹീറ്റ് ആവും. ആ ഹീറ്റ് ആവുമ്പോൾ ശരിക്കും ഇതിനൊരു ഒരു ക്വാർട്ടർ ടാങ്കെങ്കിലും ഡീസൽ ഉണ്ടെങ്കിൽ ഈ ഒരു മോട്ടറിൻ്റെ ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂളൻ്റ് ആയിട്ട് ഇതേ ഫ്യൂവൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ആക്ഷൻ അവിടെ നടക്കാണ്ടാവുമ്പോൾ ഗ്രാജുവലി നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ അകത്തുള്ള മോട്ടർ ഹീറ്റ് ആവും, അത് പതുക്കെ സ്ലോ ആവുകയും ചെയ്യും. അപ്പോൾ അതുമൂലം നമ്മുടെ വണ്ടിക്ക് ലോങ് ക്രാങ്കിങ് ഉണ്ടാവും. വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ക്രാങ്ക് ചെയ്താലേ ഫ്യൂവല് കയറി ഹൈ പ്രഷർ പമ്പിലേക്ക് കൊടുത്ത് സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇടവിട്ട് ഫ്യൂവല് കിട്ടാണ്ടാവുമ്പോൾ ഹൈ പ്രഷർ പമ്പ് ഡാമേജ് ആവാനുള്ള ചാൻസസ്, ഇഞ്ചക്ടർ ഡാമേജ് ആവാനുള്ള ചാൻസസ് എല്ലാം വളരെ കൂടുതലാണ്. പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഫ്യൂവൽ ഫിൽറ്റർ, അതായത് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേഞ്ച് ചെയ്യാറുള്ളതാണ് ഓയിൽ ഫിൽറ്റർ. എയർ ഫിൽറ്റർ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സർവീസിലും ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിടുകയോ ചെയ്യും. പക്ഷെ മിക്ക ആൾക്കാർക്കും ഇമ്പോർട്ടൻസ് അറിയില്ല, ഫ്യൂവൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യേണ്ട അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. നമ്മുടെ നാട്ടിലെ ഡീസലിൽ ഒരുപാട് മായം ചേരുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ വണ്ടിയുടെ ഒന്നിടവിട്ട സർവീസിൽ, അതായത് 20,000 കിലോമീറ്ററിൽ വൺസ് എങ്കിലും നിങ്ങളുടെ ഫ്യൂവൽ ഫിൽറ്റർ കൃത്യമായി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പമ്പ്, ഹൈ പ്രഷർ പമ്പിനുണ്ടാകുന്ന ഡാമേജസ്, ഇഞ്ചക്ടറിനുണ്ടാകുന്ന ഡാമേജസ്, ഇവരുടെയൊക്കെ ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് കൂട്ടാൻ പറ്റും. പിന്നെ ഈ ഡൈക്കോർ പോലുള്ള വണ്ടികൾക്ക് മെയിനായിട്ട് കാണുന്നൊരു ഇഷ്യൂ ആണ് ഫ്യൂവൽ ഒരു പ്രാവശ്യം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്യൂവൽ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് ഈ ഇഞ്ചക്ടർ ലോക്കായി പോകുക എന്നുള്ളൊരു ഇഷ്യൂ. മിക്കവാറും ഡൈക്കോർ എഞ്ചിൻ, സഫാരി ഡൈക്കോർ ആണെന്നുണ്ടെങ്കിലും ഇൻഡിഗോ ഡൈക്കോർ ആണെന്നുണ്ടെങ്കിലും, അപ്പോൾ ഡൈക്കോർ എഞ്ചിൻ യൂസ് ചെയ്യുന്ന മിക്ക വണ്ടികൾക്കും ഈ ഒരു ഇഞ്ചക്ടർ സ്റ്റക്കായി പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഹുണ്ടായുടെ വണ്ടികളിൽ ഇഞ്ചക്ടർ സ്റ്റക്കായി പോകുന്ന ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഒരു ഡ്രോപ്പ് വെള്ളം നമ്മുടെ ഇഞ്ചക്ടറിൽ കയറുകയാണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ഡീസൽ സ്പ്രേ ചെയ്ത് പോകുന്ന പോലെ സ്പ്രേ ചെയ്ത് പോകില്ല, ആ ഇഞ്ചക്ടർ സ്റ്റോപ്പ് ആവും. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വലിക്കുറവ്, മിസ്സിങ്, ഇതിൽ വണ്ടി സ്റ്റാർട്ടാവാത്ത അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. ഷോറൂമിൽ കൊണ്ടുപോയി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഞ്ചക്ടർ ചേഞ്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനാണ് അവർ ആദ്യം പറയാം, അല്ലെങ്കിൽ ഹൈ പ്രഷർ പമ്പ് അഴിച്ച് ചേഞ്ച് ചെയ്യാന്നുള്ള ഓപ്ഷൻ പറയും. ഹൈ പ്രഷർ പമ്പ് സർവീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇഞ്ചക്ടർ സർവീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും 20,000 രൂപയുടെ മുകളിൽ കോസ്റ്റ് വരുന്ന അത്രയും കോസ്റ്റ് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നവർ, പ്രത്യേകിച്ച് ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നവർ ഒന്നിടവിട്ട സർവീസുകളിൽ അതിൻ്റെ ഫ്യൂവൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനും ഒരു ക്വാർട്ടർ ടാങ്ക് ഫ്യൂവൽ എപ്പോഴും കീപ്പ് ചെയ്ത് വണ്ടി ഓടാനും നിർബന്ധമായിട്ടും അങ്ങനെ ഒരു ശീലം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അങ്ങനെ ശീലിക്കണം. അത്തരത്തിലൊരു ശീലം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻജിൻ ലൈഫിനെ, അതായത് നിങ്ങളുടെ ഈ ഫ്യൂവൽ സിസ്റ്റത്തിനെ കാര്യമായി ബാധിക്കും. ഇനി പെട്രോൾ വണ്ടിയിൽ ഇതെങ്ങനെയാണ് ബാധിക്കാൻ നോക്കാം. ചില പെട്രോൾ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ഓൾട്ടോ, നോർമലി ഒരു കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓൾട്ടോ, ഒരു 1,00,000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോയ്ക്ക് ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാഗണറോ അല്ലെങ്കിൽ നമ്മൾ ഒരു വെർണ, ഇപ്പോൾ വെർണയാണെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് കൊടുത്തൊരു വെർണയ്ക്കും വണ്ടി 31,000 കിലോമീറ്റർ എന്നോണം വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നു. ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയായിരുന്നു. ബട്ട് ആ വണ്ടിക്ക് മറ്റ് വെർണ, അതായത് ഒരു റഫ് യൂസ് ചെയ്ത് ഒരു 1,00,000 കിലോമീറ്റർ ഓടിയ വെർണയുടെ ഒരു പെർഫോമൻസ് ആ വണ്ടിക്ക് തരാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഫ്യൂവൽ അടിച്ച് വെച്ചിട്ട് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാണ്ട് വളരെ റെയറായിട്ട് മാത്രം യൂസ് ചെയ്യും, വളരെ ലോ ഫ്യൂവലിൽ ഓടിയ വണ്ടി ആയതുകൊണ്ട്, അത് അവർ ആവശ്യമുള്ളപ്പോൾ വണ്ടി അധികം കിലോമീറ്റർ ട്രാവൽ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഫ്യൂവൽ അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അവർ കൂടുതലായിട്ട് ഫ്യൂവൽ അടിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഫ്യൂവൽ വളരെ കുറച്ചടിച്ച് ഒരു ദീർഘകാലം കുറച്ച് ഫ്യൂവലിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇമ്പ്യൂരിറ്റീസ്, അതായത് ഈ കരട് പോലുള്ള ഐറ്റംസ് ഒക്കെ കയറിയിട്ട് ഫ്യൂവൽ ഇഞ്ചക്ടറുകൾ, അതായത് പെട്രോൾ വണ്ടിയുടെ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ ആ ഇഞ്ചക്ടർ നമ്മൾ എടുത്തിട്ട് നോക്കുവാണെങ്കിൽ അത് വളരെ തിന്നായിട്ടുള്ള ഹോൾസാണ് അതിനകത്തുള്ളത്. ഈ ഹോൾസിനകത്തേക്ക് ഈ ഇമ്പ്യൂരിറ്റീസ് കയറി അടഞ്ഞ് അതിൻ്റെ പ്രഷർ, അതായത് ഈ കമ്പഷൻ ചേമ്പറിലേക്ക് കൊടുക്കേണ്ട എമൗണ്ടിനനുസരിച്ചിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങളുടെ ഫ്യൂവൽ ഇഞ്ചക്ടറിന് വരും. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടി ലോ കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും വെൽ മെയിൻറ്റെയിൻഡ് വണ്ടിയാണെങ്കിലും വണ്ടിയുടെ പെർഫോമൻസിനെ ഇത് കാര്യമായി ബാധിക്കും. ചെറിയ മിസ്സിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഒരു വലിക്കുറവോ അല്ലെങ്കിൽ കയറ്റം കയറുമ്പോഴൊക്കെ ചെറുതായിട്ട് വണ്ടി ഒന്ന് പിറകോട്ട് വലിയുന്ന ഇഷ്യൂസൊക്കെ സ്വാഭാവികമായും കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, എപ്പോഴും ഫ്യൂവൽ ലെവൽ കീപ്പ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാറുകളിലും മിനിമം ക്വാർട്ടർ ടാങ്ക് ഡീസൽ എങ്കിലും അല്ലെങ്കിൽ ക്വാർട്ടർ ടാങ്ക് പെട്രോൾ എങ്കിലും കീപ്പ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.